നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഡാനി ആൽവസിനെ അക്യൂറ്റഡ് ആക്കിയിരിക്കുന്നു. അദ്ദേഹത്തെ ജയിലിലാക്കിയ വിവരവും മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ വിശദമായി നമ്മൾ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഈ കാര്യം കൂടി പറയാനുള്ള ബാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്പെയിനിലെ കോടതി അദ്ദേഹത്തിനെതിരെയുള്ള അദ്ദേഹത്തെ ജയിലിലടക്കാനുള്ള വിധി ഇപ്പോൾ ഓവർടേൺ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നു. നമ്മൾ വിശദമായ റിപ്പോർട്ടിലേക്കൊന്ന് പോവുകയാണ്. ESPN FC റിപ്പോർട്ട് ചെയ്യുന്നത്, മറ്റു മാധ്യമങ്ങളൊക്കെ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവുകയാണ്. ഡാനി ആൽവസ് അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഉള്ള ആ ഒരു ജയിൽ ശിക്ഷയ്ക്ക്, ഒരു ലൈംഗികാതിക്രമം നടത്തി എന്നതിനാണ് അദ്ദേഹത്തിനെതിരെ ശിക്ഷയുണ്ടായിരുന്നത്. ഓൾറെഡി അദ്ദേഹം 14 മാസക്കാലം വിചാരണയുടെ സമയത്തൊക്കെ ആയിട്ട് ജയിലിലുണ്ടായിരുന്നു. എന്തായാലും ആൽവസ് ഇപ്പോൾ 2024 ഫെബ്രുവരിയിൽ അദ്ദേഹം ഗിൽറ്റിയാണ് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ജയിലിലേക്ക് പോയിരുന്നത്. അത് 2022 ഒരു നൈറ്റ് ക്ലബ്ബിൽ വെച്ച് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു കേസ്. എന്തായാലും 4.5 വർഷക്കാലത്തെ ജയിൽ ശിക്ഷയാണ് അദ്ദേഹത്തിന് വിധിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം ഈ ട്രയലിൻ്റെ സമയത്തൊക്കെ അങ്ങനെ താൻ റോങ് ഡൂയിങ് ചെയ്തിട്ടില്ല, തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. കോടതി ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വെറുതെ വിട്ടുകൊണ്ട് പറയുന്നത് ഇൻസഫിഷ്യൻ്റ് എവിഡൻസ്, അതായത് വേണ്ടത്ര തെളിവുകളില്ല. മാത്രമല്ല വിക്ടിമിൻ്റെ ആ ഒരു മൊഴിയിൽ ഈ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ വെറുതെ വിടുന്നത്. ഡാനി ആൽവസ് ഈസ് ഇന്നസെൻറ്റ്, അതിപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വക്കീലായിട്ടുള്ള ഇനസ് ഗാർഡിയോള ഇന്നലെ കാറ്റലൻ റേഡിയോ ആർഎസ്യൂണിനോട് പറയുകയും ചെയ്തു. ഫൈനലി അദ്ദേഹത്തിന് ജസ്റ്റിസ് ലഭിച്ചു എന്നാണ് വക്കീലിൻ്റെ ഒരഭിപ്രായം. എന്തായാലും മറുഭാഗത്ത് പ്ലെയിൻറ്റിഫിൻ്റെ ലോയർ ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്തിട്ടില്ല. അവർ അപ്പീൽ പോകാനുള്ള സാധ്യതകൾ എന്തായാലും ഉണ്ട്. ആൽവസ് ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു. 2022 ഒരു സംഭവമാണിത്. നേരത്തെ 2016 സ്പെയിനിലെ നിയമം ഒന്ന് ഭേദഗതി ചെയ്തിരുന്നു. അതനുസരിച്ച് ഓൺലി യെസ് മീൻസ് യെസ് എന്നുള്ള രൂപത്തിലേക്ക് ആ ലോ പോയിരുന്നു. അതായത് മൗനം, സമ്മതം, ആ രൂപത്തിലുള്ള സംഗതികളൊന്നുമില്ല. പാസിവിറ്റിയെ കൺസെൻ്റ് എന്ന രൂപത്തിൽ എടുക്കാൻ പറ്റില്ല. കൺസെൻ്റ് ആവണമെങ്കിൽ യെസ് എന്ന് പറഞ്ഞെങ്കിലേ കൺസെൻ്റ് ആവൂ എന്ന തരത്തിലേക്ക് റൂള് അവിടുത്തെ നിയമം മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ 4 ജഡ്ജിമാർ, ബാഴ്സലോണ ബേസ്ഡ് അപ്പീൽ കോർട്ടിലെ ജഡ്ജിമാർ യുനാനിമസ്ലിയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ആ ഒരു ജയിൽ ശിക്ഷ ഓവർടേൺ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അവരെല്ലാ കാര്യങ്ങളും റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റ് മണീസ്, കോടതിയുടെ മുന്നിൽ കൊടുത്തിട്ടുള്ള ടെസ്റ്റ് മണീസും അവർ പരിശോധിക്കുകയുണ്ടായി. അതിലവർ കണ്ടെത്തിയിരിക്കുന്നത് പ്ലെയിൻറ്റിഫിൻ്റെ ആ ഒരു ടെസ്റ്റ് മണി, അതിൽ കുറച്ച് വൈരുദ്ധ്യങ്ങൾ കാണുന്നുണ്ട്. കാരണം വീഡിയോ ഫുട്ടേജിലുള്ള പോലെയല്ല, അതിൽ പറഞ്ഞ പോലെയല്ല ഇവിടെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്, ഇവിടെ പറയുന്നതിലുള്ളത് എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നമ്മളത് നേരത്തെ വിശദമായി പറഞ്ഞതുകൊണ്ട്, അങ്ങനെയുള്ളൊരു കേസായതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. ഒടുവിലിപ്പോൾ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. ഇനി വീണ്ടും അപ്പീലിന് മറുഭാഗം പോകുമോ എന്നുള്ളത് കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.